മക്കളെ, ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥയാത്രയുടെ 4ാം സുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിദേശങ്ങളിലും സ്വദേശങ്ങളിൽ ഇരുന്നു കൊണ്ട്, കുടുംബത്തിൻ്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു കൊണ്ട്, വാഹനത്തിലിരുന്നു കൊണ്ട്, സ്ഥാപനത്തിലിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുവാൻ വില കൊടുക്കുന്ന മക്കളുണ്ട്. ആരൊക്കെ വചനത്തിന് വില കൊടുക്കുന്നുണ്ടോ അവരോട് എല്ലാവരോടുമായിട്ട് ഇതാ തരുന്ന സന്ദേശം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവമാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിൽ ആനന്ദിക്കുക. കാരണം എന്താണെന്നറിയാമോ? അവിടുന്ന് സർവശക്തനാണ്, ദൈവം സർവാധിപനാണ്, അവിടുന്ന് എല്ലാറ്റിൻ്റെയും അധിപനാണ്. അതുകൊണ്ടാണ് മാതാവ് കർത്താവിൽ ആനന്ദിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നു. നമ്മുടെ ആനന്ദവും നമ്മുടെ സന്തോഷവും കർത്താവായി മാറട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് തരും. നമുക്കൊരു സുഹൃദയപം ചൊല്ലാം, അല്ലേ? ഏറ്റുചൊല്ലുന്നു. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഉണ്ണീശോയെ, വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പുണ്യപ്രവൃത്തി ഇന്ന് ചെയ്യാനായിട്ട് കർത്താവ് തരുന്നത്, ഇന്നേ ദിവസം ചെറിയ പാപത്തിന് പോലും ഞാൻ ഇടം കൊടുക്കുകയില്ല. എൻ്റെ ചിന്തയിലും എൻ്റെ ഭാവനയിലും എൻ്റെ സംസാരത്തിലും ഒരു ചെറിയ പാപത്തിന് പോലും ഇടം കൊടുക്കുകയില്ല എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ പുണ്യപ്രവൃത്തി. ഇതാ വചനം പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ നിങ്ങളും വിശുദ്ധരാകും. ഒരു ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമായി മാലാകചാരിയണഞ്ഞ നേരം മറുവാക്ക് ചൊല്ലിടാതെ നൽകി നീ യൗവനം ഭൂലോകനാഥന്റെ അമ്മയാകാൻ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.